ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ട്രാൻസ്ലേറ്റർ. മൂവിയുടെ സ്റ്റോറി വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്ന ഒരു സെഗ്മെന്റാണിത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു വലിയ കോമ്പറ്റീഷൻ എല്ലാം ജയിച്ച് വീട്ടിലോട്ട് വരുന്ന നമ്മുടെ പന്നിക്കുട്ടിയാണ് കാണിക്കുന്നത്. അവനാണ് നമ്മുടെ സിനിമയിലെ ഹീറോ. എല്ലാവരും അവനെ വരവേൽക്കുന്നു. അവന്റെ അമ്മയും അച്ഛനും അവന് കിട്ടിയ ട്രോഫി എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ വരുന്ന അവൻ കാരണം അവന്റെ വളർത്തച്ഛന് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹം കിടപ്പിലായി. അങ്ങനെ അവിടെ ജീവിതഭാരമെല്ലാം കൂടി, ബാങ്കിലെ കടവും കൂടി വന്നു. ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലോട്ട് തിരഞ്ഞു വരാൻ തുടങ്ങി. അന്നേരമാണ് അവന് കിട്ടാനുള്ള റിവാർഡിനെ കുറിച്ച് അവന്റെ വളർത്തമ്മ അറിയുന്നത്. അവർ ലെറ്റർ കണ്ടെത്തുന്നു. അതുമായി അവന്റെ വളർത്തമ്മയും പിഗും വിമാനത്തിൽ യാത്ര തിരിക്കുന്നു. എല്ലാ മൃഗങ്ങളും ഒരേ സ്വരത്തിൽ സേവ് ദ ഫാം എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. അങ്ങനെ അവർ എയർപോർട്ടിൽ ഇറങ്ങി. സെക്യൂരിറ്റി ചെക്കിങ്ങിനിടെ അവരെ തെറ്റിദ്ധരിക്കുന്നു. അവിടെ നിന്നും ചെക്കിങ് കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഫ്ലൈറ്റ് മിസ്സായി. സോ നെക്സ്റ്റ് ഫ്ലൈറ്റ് 5 days കഴിഞ്ഞേ ഉള്ളൂ. അതുവരെ ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി അവർ കുറെ തിരഞ്ഞു. കൂടെ നമ്മുടെ പന്നിക്കുട്ടി ഉള്ളത് കാരണം ഒരു ഹോട്ടലിൽ റൂം കിട്ടുന്നില്ല. ഒടുവിൽ ഒരു ഹോട്ടലിൽ റൂം കിട്ടി. അവിടെ എത്തിയതും ആ ഹോട്ടൽ നിറയെ ആനിമൽസ് ആകും. അങ്ങനെ നമ്മുടെ പിഗും അമ്മയും റൂമിലെത്തി. പിഗ് റൂമിന്റെ പുറത്തുള്ള ടൗണിലെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു കുരങ്ങൻ നൈസായി വന്ന് അവന്റെ ബാഗ് അടിച്ചു മാറ്റുന്നു. തിരഞ്ഞു പോയ പിഗിനെയും ആ മങ്കിയുടെ ഫാമിലി അടച്ചു വെക്കുന്നു. അന്നേരം നമ്മുടെ പിഗിന്റെ ഫ്രണ്ട് താറാവ് അവനെ തേടി പറന്നു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹോട്ടലിലെ വാതിൽ ആരോ അടച്ചു. പിഗിന് ഹോട്ടലിനുള്ളിലേക്ക് കയറാൻ പറ്റാതായി. അവൻ ഓടി നടക്കുമ്പോൾ ഒരു നായ അവനെ കൊല്ലാൻ ഓടിക്കുന്നു. ഒടുവിൽ അവനും നായയും വെള്ളത്തിലേക്ക് വീണു. അവൻ രക്ഷപ്പെടുന്നു. നായ ചെങ്ങലിൽ കാൽ കുടുങ്ങി മരണത്തോട് മല്ലിടുന്നു. അന്നേരം പിഗ് അവനെ രക്ഷിക്കുന്നു. തന്നെ കൊല്ലാൻ വന്ന നായയെ അവൻ രക്ഷിക്കുന്നത് കണ്ട് എല്ലാ മൃഗങ്ങളും ഞെട്ടിത്തരിച്ചുപോയി. അങ്ങനെ എല്ലാവരും അവനെ നേതാവാക്കി. അങ്ങനെ നമ്മുടെ പന്നിക്കുട്ടി അവരുടെ നേതാവായി. എല്ലാവരും അവനോട് താങ്ക്സ് പറയുന്നു. അന്നേരം ഹോട്ടലിലെ എല്ലാ മൃഗങ്ങളുടെ സൗണ്ട് കാരണം തൊട്ടടുത്ത വീട്ടിലെ ഫാമിലി മൃഗസംരക്ഷകരെ വിളിച്ച് കാര്യം പറയുന്നു. അവർ വന്ന് എല്ലാ മൃഗങ്ങളെയും ആ ഹോട്ടലിൽ നിന്ന് കൂട്ടിലടച്ച് കൊണ്ടുപോകുന്നു. പിഗും നമ്മുടെ താറാവും അതുപോലെ ഒരു നായയും രക്ഷപ്പെട്ടിരുന്നു. അവനെ അവർ കളഞ്ഞതാണ്, കാരണം അവനെ കാണാനൊരു ചന്തമില്ലായിരുന്നു. അങ്ങനെ ആ നായയുടെ സഹായത്തോടെ പിഗ് അവരെ കണ്ടെത്തി പതിയെ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതും ആരും അറിയാതെ പതിയെ പൂച്ചകളും നായകളും ഒത്തൊരുമയോടെ പോകുന്നു. അങ്ങനെ അവർ ഒരു പാർട്ടി ഹാളിൽ എത്തപ്പെടുന്നു. അങ്ങനെ ആ പാർട്ടി ആകെ കുളമായി. അങ്ങനെ ആ കൂട്ടത്തിലുള്ള പ്രായമുള്ള കുരങ്ങൻ പിഗിനെ പോലെ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കയ്യടി നേടുന്നു. ഒടുവിൽ ആ ഹോട്ടൽ ഉടമ മൃഗങ്ങളെല്ലാം ഒഴിവാക്കി ആ ഹോട്ടൽ നല്ല രീതിയിൽ മാറ്റിയെടുക്കുന്നു. അങ്ങനെ ഒടുവിൽ നമ്മുടെ പിഗും അവന്റെ അമ്മയും എല്ലാ മൃഗങ്ങളെയും കൂട്ടി ഫാമിലിയിലേക്ക് പോരുന്നു. അവർക്ക് കിട്ടിയ ക്യാഷിൽ എല്ലാ കടവും തീർത്ത് അവർ സന്തോഷമായി ജീവിക്കുന്നു. നമ്മുടെ നായ്ക്കുട്ടനാണെങ്കിൽ എന്തോ തേടിയുള്ള യാത്രയിലാണ്. അമ്മയും കുരങ്ങന്മാരും നല്ല കൂട്ടാണ്. അച്ഛൻ പണ്ട് ആക്സിഡന്റ് ആവാൻ കാരണമായ മോട്ടോർ നന്നാക്കിയെടുത്ത് ഫാമിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നതും കാണിച്ചാണ് നമ്മുടെ മൂവിയുടെ അവസാനം. നമ്മുടെ ചാനലിലെ വീഡിയോസിന് ലൈക്കും കമന്റും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ വീഡിയോയുടെ തെറ്റുകുറ്റങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനും മറക്കില്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ. താങ്ക്